കാർബറാണ്ടം യൂണിവേഴ്സൽ കമ്പനിക്ക് മണിയാർ ജലവൈദ്യുത പദ്ധതി BOT അടിസ്ഥാനത്തിൽ 30 വർഷത്തേക്കാണ് കേരള ഗവൺമെൻറ് ധാരണാപത്രം ഒപ്പിട്ടത്. അത് 25 വർഷം കൂടി നീട്ടാനുള്ള തീരുമാനം അഴിമതിയാണെന്നും ഇത് കേരള ജനതയോടുള്ള വഞ്ചനയാണെന്നും ഇന്നലെ ഞാൻ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഇന്ന് വ്യവസായ മന്ത്രി രമേശ് ചെന്നിത്തല വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിമർശിക്കുകയുണ്ടായി. ഞാൻ വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നതെന്നാണ് വ്യവസായ മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ ഈ പദ്ധതി ആരംഭിച്ചത് 1990-ലാണ്. 1990-ൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EK നയനാരാണ് സ്വകാര്യ കമ്പനികൾക്ക് ചെറുകിട ജലസേചന പദ്ധതികൾ ആരംഭിക്കാനുള്ള നീക്കത്തിന് അനുവാദം കൊടുത്തത്. അന്ന് 1990-ൽ ഈ ധാരണാപത്രം ഒപ്പിട്ടു. കാർബറാണ്ടം യൂണിവേഴ്സൽ എന്ന് പറയുന്ന കമ്പനിക്ക് 30 വർഷത്തേക്കാണ് ധാരണാപത്രം ഒപ്പിട്ടത്. ഇത് BOT കരാറാണ്, ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. 1991-ൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. 12 മെഗാവാട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മൂഴിയാർ പദ്ധതിയിൽ നിന്ന് വരുന്ന ജലം ഉപയോഗിച്ചാണ് കാർബറാണ്ടം കമ്പനികൾക്ക് വേണ്ടി 12 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. വ്യവസായ മന്ത്രി പറഞ്ഞത് ഇത് ക്യാപ്റ്റീവ് പവർ ജനറേഷനാണ്. ഞാൻ സമ്മതിക്കുന്നു. ഇത് കാർബറാണ്ടം എന്ന് പറയുന്ന കേരളത്തിൽ പ്രവർത്തിക്കുന്ന അങ്കമാലിയിലും എറണാകുളത്തും ഒക്കെ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി തന്നെ ധാരണാപത്രം ഒപ്പിട്ട് ആരംഭിച്ച പദ്ധതിയാണ്. പക്ഷേ ആ ധാരണാപത്രത്തിലുള്ള കാര്യങ്ങൾ ഇവർ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. അത് ഞാൻ പിന്നീട് വരാം. 30 വർഷം കഴിയുമ്പോൾ ഈ പദ്ധതി തിരിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിന് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് കൈമാറേണ്ടതാണ്. ഈ 30 വർഷമെന്ന് പറഞ്ഞാൽ ഈ ഡിസംബർ 30-ാം തീയതിയാണ് 30 വർഷം പൂർത്തിയാകുന്നത്. ഈ 30 വർഷം പൂർത്തിയാകുമ്പോൾ ഈ ജലവൈദ്യുതി പദ്ധതി ഇലക്ട്രിസിറ്റി ബോർഡിന് കൈമാറണമെങ്കിൽ 21 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം. കേരള ഗവൺമെൻറ് ഇതുവരെ ആ നോട്ടീസ് കൊടുത്തില്ല. ആ നോട്ടീസ് കൊടുക്കാത്ത സന്ദർഭത്തിലാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥനായത്. ഇന്ന് വ്യവസായ മന്ത്രി പറഞ്ഞത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഈ വ്യവസായത്തിന് വേണ്ടി കൊടുക്കുന്നു. സത്യമാണ്. അവർക്ക് മിച്ചം വരുന്ന വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കുന്നു. അതും സത്യമാണ്. പക്ഷേ 30 വർഷം കഴിഞ്ഞിട്ടും ഈ കമ്പനിക്ക് വീണ്ടും 25 വർഷം കൂടി കൊടുക്കുന്നത് അഴിമതിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കമ്പനിയെ വഴിവിട്ട് സഹായിക്കുകയാണ് വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ എൻ്റെ കയ്യിൽ എൻ്റെ മുഴുവൻ രേഖകളുമുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. ചെയർമാൻ്റെ കത്തുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ചീഫ് എഞ്ചിനീയർ അടക്കമുള്ളവരുടെ കത്തുണ്ട്, മുൻ ചെയർമാൻ്റെ കത്തുണ്ട്. അവരെല്ലാം ആവശ്യപ്പെട്ടിരിക്കുന്നത് കാലാവധി കഴിഞ്ഞതുകൊണ്ട് എഗ്രിമെൻറ്റിലെ BOT വ്യവസ്ഥക്കനുസരിച്ചുള്ള കാലാവധി കഴിഞ്ഞതുകൊണ്ട് ഡിസംബർ 30 മുതൽ 12 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ജലവൈദ്യുതി പദ്ധതി തിരിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കണം. കാരണം കേരളം ഇന്ന് വൈദ്യുതി പ്രതിസന്ധി നേരിടുന്നു. വൈദ്യുതി പ്രതിസന്ധി ഉള്ളതുകൊണ്ട് ജനങ്ങളുടെ തലയിൽ കൂടുതൽ ചാർജുകൾ അടിച്ചേൽപ്പിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഈ പദ്ധതി തിരികെ നൽകണം.
എന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് ആവശ്യപ്പെട്ടു. വൈദ്യുതി ബോർഡ് മന്ത്രി ആവശ്യപ്പെട്ടു. വൈദ്യുതി ബോർഡ് സെക്രട്ടറി ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളെല്ലാം വന്നിട്ടും വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയെ ഒരു നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇന്നലെ 25 വർഷം കൂടി നീട്ടി നൽകാനുള്ള തീരുമാനമെടുത്തു. ഇത് തികച്ചും അഴിമതിയാണ്. ഇത് കോടികളുടെ അഴിമതി ഇതിൻ്റെ പിന്നിലുണ്ട്.